ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് പുരട്ടിയെടുക്കുക. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചോറിനൊപ്പവും വെറുതെ ആയാലും കഴിക്കാൻ പറ്റുന്ന ഒരു മാങ്ങ പെരട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ചൂടായ പാത്രത്തിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ചെറുതായിട്ട് വാടി വരുമ്പോഴത്തേക്ക് നമുക്ക് വറ്റൽമുളകും പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. വറ്റൽമുളക്, പച്ചമുളക്, കറിവേപ്പില. ഇതൊന്ന് വറുത്തെടുക്കാം. ഇത് കൈയെടുക്കാതെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ചേരുവകളെല്ലാം വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റി തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് ചതച്ചെടുക്കാം. അതേ എണ്ണയിൽ തന്നെ നമുക്ക് മാങ്ങയൊന്ന് വാട്ടിയെടുക്കാം. മാങ്ങയൊന്ന് വാടി വന്നിട്ടുണ്ട്. എന്നാലും കുറച്ചും കൂടി ഒന്ന് വാടണം. പച്ചമാങ്ങയുടെ ആ വെള്ള കളറൊന്ന് മാറിയിട്ട് ഒരു ലൈറ്റ് മഞ്ഞ കളറ് വരും. അപ്പോഴും നമുക്ക് കൂട്ടി ചേർത്ത് കൊടുക്കാം. മാങ്ങ വാട്ടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി നമുക്ക് നേരത്തെ വറുത്തെടുത്ത ചതച്ച് കൂട്ടി ചേർത്ത് കൊടുക്കും. കുറച്ച് കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് പുരട്ടിയെടുക്കുക. ചോറിനൊപ്പവും അല്ലാതെയും കഴിക്കാൻ പറ്റുന്ന മാങ്ങാ പെരട്ട് തയ്യാറായിട്ടുണ്ട്. ഇതെല്ലാവരും വീട്ടിൽ തയ്യാറാക്കി നോക്കുക. അഭിപ്രായം അറിയിക്കുമല്ലോ. വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്തൊരു റെസിപ്പിയുമായി നാളെ കാണാം.